അശ്വതി വിശ്വനാഥനുണ്ട് കാലാവസ്ഥാ വിശേഷങ്ങളുമായി നമുക്കിപ്പം. അശ്വതി, ഇന്നിപ്പോൾ എങ്ങനെയാണ്? മഴയാണോ വെയിലാണോ, എന്താണ് അവസ്ഥ? സേതു, എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. നമ്മൾ വൈകിക്കാതെ ഇന്നത്തെ കാലാവസ്ഥയിലേക്ക് കടക്കാണ്. ഇന്ന് കേരളത്തിൻ്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ പൊതുവെ മഴയുള്ള അന്തരീക്ഷമാണ്. അതോടൊപ്പം 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പുമുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പാലക്കാട് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അപ്പോൾ ചൂടിന്റെ മുന്നറിയിപ്പൊക്കെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയാലേ. പ്രധാനമായും നല്ലപോലെ വെള്ളം കുടിക്കുക, പുറത്തൊക്കെ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം കയ്യിൽ പിടിക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ വലിയ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പതിവ് പോലെ ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് ഉയർന്ന താപനില എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. പാലക്കാട് 37 ഡിഗ്രി സെൽഷ്യസ്, കണ്ണൂർ 36 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 37 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് ഉയർന്ന താപനില. രണ്ടാമതായി ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ്. തിരുവനന്തപുരത്ത് 34 ഡിഗ്രി സെൽഷ്യസ്, കോട്ടയം 34 ഡിഗ്രി സെൽഷ്യസ്, എറണാകുളം 32 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംസ്ഥാനത്തെ താപനിലയുടെ ഒരു തോതെന്ന് പറയുന്നത്. ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ മുന്നറിയിപ്പും കൂടി നൽകിയിട്ടുണ്ട്. കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു നിർദ്ദേശമാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അടുത്തതായി ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ്. മാലിദ്വീപ് പ്രദേശം, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിശദാംശങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർക്ക് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് സേതു ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ വിശേഷങ്ങൾ. വീണ്ടും നാളെ സ്കൈ വാച്ചുമായി കാണാം.